ഹോമിയോപ്പതി ചികിത്സ ഫലപ്രദമാണോ? ഈ ചോദ്യം പതിറ്റാണ്ടുകളായി ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്താണ് ഹോമിയോപ്പതി? 18-ാം നൂറ്റാണ്ടിൽ ജർമ്മൻ ശാസ്ത്രജ്ഞനായ സാമുവൽ ഹാനിമാൻ രൂപം നൽകിയ ഹോമിയോപ്പതി ചികിത്സാ രീതിയുടെ അടിസ്ഥാന തത്വങ്ങൾ അറിയുമ്പോൾ നമ്മുടെ കണ്ണ് തള്ളിപ്പോയേക്കാം. ഹോമിയോപ്പതിയുടെ 2 അടിസ്ഥാന നിയമങ്ങൾ ഇവയൊക്കെയാണ്. 1. ദ ലോ ഓഫ് സിമിലാരിറ്റീസ്. സമാനമായത് സമാനമായവയെ സുഖപ്പെടുത്തും. അതായത് രോഗമില്ലാത്തയാളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന രാസവസ്തു രോഗമുള്ളയാളിൽ ആ രോഗത്തെ സുഖപ്പെടുത്തും. ഇത് ഹാനിമാന് തോന്നിയ ഒരു കാര്യമാണ്. ഈ തോന്നൽ ഉണ്ടായതിന് പിന്നിൽ ഒരു രസകരമായ കഥയുണ്ട്. അക്കാലത്ത് മലേറിയ എന്ന രോഗത്തിന് ചികിത്സക്കായി ഉപയോഗിച്ചിരുന്നത് സിങ്കോണ എന്ന മരത്തിൻ്റെ തൊലിയായിരുന്നു. മലേറിയ ഇല്ലാത്ത സമയത്ത് ഹാനിമാൻ ഈ മരുന്ന് കഴിച്ചു. ഇത് അദ്ദേഹത്തിൽ മലേറിയയ്ക്ക് സമാനമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കി. അപ്പോഴാണ് അദ്ദേഹത്തിന് ഇക്കാര്യം തോന്നിയത്. അതായത് ആരോഗ്യമുള്ളയാളിൽ ചില രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ അതേ രോഗലക്ഷണങ്ങൾ ഉള്ള രോഗികളിൽ ചികിത്സക്കായി ഉപയോഗിക്കാം എന്ന്. ഈ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് ഹോമിയോപ്പതിയിൽ രോഗിക്ക് മരുന്ന് നിർദ്ദേശിക്കുന്നത്. ഹാനിമാൻ്റെ 2ാമത്തെ നിയമമാണ് ലോ ഓഫ് ഇൻഫിനിറ്റെസിമൽ. മരുന്ന് നേർപ്പിക്കുന്നതിനനുസരിച്ച് ഫലവും കൂടും എന്നാണ് 2ാമത്തെ നിയമം പറയുന്നത്. ഇതിനായി ഹാനിമാൻ ഉണ്ടാക്കിയ ഏകകമാണ് സെന്റിസിമൽ അല്ലെങ്കിൽ സി സ്കെയിൽ. 1C ആവർത്തിച്ചത് എന്ന് വെച്ചാൽ 100 മടങ്ങ് നേർപ്പിച്ചത്. അതായത് ഒരു തുള്ളി മരുന്നെടുത്ത് 100 തുള്ളി വെള്ളവുമായോ അല്ലെങ്കിൽ ആൽക്കഹോൾ പോലുള്ള മറ്റേതെങ്കിലും ദ്രാവകവുമായോ ലയിപ്പിച്ചത്. സ്വാഭാവികമായി ഇങ്ങനെ നേർപ്പിച്ചെടുത്ത മരുന്നിൽ യഥാർത്ഥ മരുന്ന് 100 മടങ്ങ് കുറവായിരിക്കും. ഇനി 2C എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലഭിച്ച മരുന്നിനെ വീണ്ടും 100 മടങ്ങ് നേർപ്പിച്ചത്. ഇങ്ങനെ ഉണ്ടാകുന്ന സംയുക്തത്തിൽ യഥാർത്ഥ മരുന്നിൻ്റെ അളവ് 10,000-ൽ 1 മാത്രമായിരിക്കും. സാധാരണഗതിയിൽ ഹോമിയോ മരുന്ന് 30C നേർപ്പിച്ചതായിരിക്കും. അതായത് ഒരു തുള്ളി മരുന്നെടുത്ത് 100:30 തുള്ളിയുമായി നേർപ്പിച്ചെടുത്തത്. ഈ നമ്പർ എന്ന് പറയുമ്പോൾ 1-ന് ശേഷം 60 പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും. 200C ആവർത്തിച്ച മരുന്നുകൾ പോലും ഹോമിയോപ്പതിയിൽ ചികിത്സക്കായി ഉപയോഗിക്കുന്നുണ്ട്. പനി പോലുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒസിലോകോക്സീനം ഇതിനൊരു ഉദാഹരണമാണ്. ഇത്രമാത്രം നേർപ്പിക്കൽ നടത്തുന്നത് കൊണ്ടാണ് ഹോമിയോപ്പതിയിൽ മരുന്നുകൾ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ രോഗം എങ്ങനെ മാറും? അതിനുമുണ്ട് വാദം. ജലത്തിന് ഓർമ്മശക്തി ഉണ്ടത്രേ. അതായത് മരുന്നു തന്മാത്രകൾ എങ്ങനെയാണെന്ന് ജലം ഓർത്തു വയ്ക്കും. അതിനാൽ നേർപ്പിച്ചെടുത്ത ജലം കുടിച്ചാലും രോഗം മാറും എന്ന വളരെ വിചിത്രമായ വാദവും ഹോമിയോപ്പതി മുന്നോട്ട് വയ്ക്കുന്നു. കപടശാസ്ത്രത്തിനെതിരെ പ്രവർത്തിക്കുന്ന പ്രശസ്ത മജീഷ്യൻ ജെയിംസ് റാൻഡി സ്ഥാപിച്ച ജെയിംസ് റാൻഡി എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ ഹോമിയോപ്പതിയുടെ അവകാശവാദങ്ങൾ തെളിയിക്കുന്നവർക്ക് $1 മില്യൺ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ ഈ തുക ആരും സ്വന്തമാക്കിയിട്ടില്ല. ഹോമിയോപ്പതി വെറും തട്ടിപ്പാണ് എന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം നിരവധി തവണ ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്ന ഉറക്ക ഗുളിക പൊതുവേദികളിൽ വെച്ച് തൻ്റെ പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ അദ്ദേഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും 1-2 ഗുളികകളല്ല, ഒരു കുപ്പി നിറയെ ഗുളികകൾ. എന്നിട്ടും ഒന്നും സംഭവിക്കാതെ അദ്ദേഹം തൻ്റെ പ്രസംഗം തുടർന്നിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നെ എങ്ങനെയാണ് ഹോമിയോപ്പതി ഇത്രയും പ്രചാരം നേടിയത്? ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. പല രോഗങ്ങളും സെൽഫ് ലിമിറ്റിംഗ് ആണ്. അതായത് രോഗത്തിന് ഒരു സ്വാഭാവിക കാലഗതിയുണ്ട്. ഗുരുതരമല്ലാത്ത രോഗങ്ങൾ ആ കാലഗതി കഴിഞ്ഞാൽ തനിയെ മാറും. അതായത് നമ്മുടെ ശരീരം അതിൻ്റെ ആരോഗ്യം സ്വാഭാവികമായി തന്നെ വീണ്ടെടുക്കും. എന്നാൽ ഹോമിയോപ്പതി മരുന്ന് കഴിക്കുന്നവർക്ക് മരുന്ന് കഴിച്ചതുകൊണ്ടാണ് രോഗം മാറിയത് എന്ന തോന്നൽ വരാം. പ്ലസീബോ എഫക്റ്റാണ് മറ്റൊന്ന്. സ്വയം ഉറപ്പിക്കൽ, വിശ്വാസം, പ്രതീക്ഷ, സ്വയം കണ്ടെത്തുന്ന വ്യാഖ്യാനങ്ങൾ എന്നിവയിലൂടെ രോഗിക്ക് താൻ കഴിച്ച മരുന്ന് ആശ്വാസം നൽകിയതായി തോന്നാം. ഒരു ഗുണവുമില്ലാത്ത വസ്തുവാണ് മരുന്ന് എന്ന പേരിൽ നൽകിയതെങ്കിലും രോഗിക്ക് ഇത്തരം തോന്നലുകൾ ഉണ്ടാകാം. ഹോമിയോപ്പതിയിൽ ചികിത്സക്കായി ഉപയോഗിക്കുന്ന മരുന്നുകളൊന്നും തന്നെ ഫലപ്രദമല്ലെന്ന് നിരവധി പഠനങ്ങളിൽ നിന്നും വ്യക്തമായതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ 2016-ൽ ഹോമിയോ മരുന്ന് കമ്പനികളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഒന്നുകിൽ മരുന്ന് ഫലപ്രദമാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കുക, അല്ലെങ്കിൽ വിൽക്കുന്ന മരുന്നിൻ്റെ പുറത്ത് ഈ മരുന്ന് രോഗം മാറ്റുമെന്ന് യാതൊരു തെളിവുമില്ല എന്ന വാർണിംഗ് മെസ്സേജ് കാണിക്കുക എന്നതായിരുന്നു ആവശ്യം.